സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട് ആരാണ് എന്നെ മുന്നോട്ട് എനിക്ക് എന്നോട് ഇപ്പോൾ പോലും ഒരു ഡോക്ടർമാരും എന്നോട് പറഞ്ഞിട്ടില്ല നാളെ ചെറിയ എഴുന്നേറ്റ് നടക്കുമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ബോധ്യം വന്ന് ഞാൻ ഈ സ്വർഗം നരകം അതുപോലെ പുനർജന്മം അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് ഈ അനുവദിച്ചിരിക്കുന്ന ഈ ഒരു സമയം എനിക്കറിയാം എന്നെ ഈ അസുഖം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം എത്രയായാലും അത് ജീവിച്ച് തന്നെ തീർക്കുക. ഞാനിത് പറയുമ്പോഴും നാളെ ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ ഞാൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് ആ സമയത്ത് എനിക്ക് എന്താണ് തോന്നുന്നത് അത് ചിലപ്പോൾ ഞാൻ ചെയ്തെന്നിരിക്കും. പക്ഷെ നിലവിൽ എൻ്റെ മനസ്സ് പറയുന്നത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും ഒരു പേടി, ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് മരണഭയമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ടടുത്തുണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തൊട്ടടുത്ത് നിൽക്കുന്ന നിമിഷത്തിൽ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കുന്നത് എൻ്റെ ലാസ്റ്റ് ദിവസം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ദിവസം എത്ര മനോഹരമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്യം, വീട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്, ജെറിൻ എന്ന വ്യക്തി നാളെ ഇല്ലാതായിരിക്കും, പക്ഷേ നിങ്ങളുടെ മോൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ട ഗതികേട് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വരുത്തില്ല. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ 36 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്ത്, അതായത് ഞാൻ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പരാതി കൊടുത്ത് റാമ്പുകൾ, വീൽ ചെയർ യൂസേഴ്സിന് വേണ്ട റാമ്പുകൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ചിലർ പറയും അത് എന്താണ് നല്ല കാര്യമാണ്, ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാണ്, ശരിയാണ്. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അത് എൻ്റെ കൂടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഈ പറഞ്ഞ 36 സ്ഥലങ്ങളിൽ എനിക്ക് ഒന്നും കൂടെ വീണ്ടും ആരുടെയും സഹായമില്ലാതെ പോകാൻ പറ്റും. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ലൈക്ക് സർവൈലൻസ് അല്ലെങ്കിൽ നിലനിൽപ്പ്. അതായത് ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അതിപ്പോൾ നമ്മുടെ ഈ വീൽ ചെയറിൽ പോകുന്ന ആളുകളെന്ന് പറയുന്നത് എപ്പോഴും ഒരു പരസഹായം വേണമെന്ന് നമ്മൾ കാണുന്നൊരു സംഭവമാണ്. നേരെ മറിച്ച് നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഒരു പരസഹായമില്ലാതെ പോകുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വീൽ ചെയർ അവർ തന്നെ വരുന്നു, അവർ ബസ്സിൽ കയറി പോകുന്നു, മെട്രോ ട്രെയിനിൽ കയറി പോകുന്നു, ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നു, ഫുട്പാത്തിലൂടെ ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്തിലൂടെ വീൽ ചെയറിൽ അവർ യാത്ര ചെയ്യുന്നു. അതിൽ എത്ര സംഭവങ്ങൾ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്താ അറിയാമോ, ഞാൻ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ പ്രഖ്യാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. പ്രഖ്യാപനങ്ങൾ ആ വാക്കുകളിൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഭിന്നശേഷി അവകാശ നിയമം എന്നൊരു നിയമമുണ്ട്. ആ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ. അത് പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാത്രം എത്രയോ ആൾക്കാർ സ്വമേധയാ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിൻ്റെ ഭാഗമായതിനെ. ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ചേട്ടൻ കരുതുന്നുണ്ടാകും എൻ്റെ ഈ ഒരു അസുഖമാണ് എൻ്റെ പരിമിതി എന്ന് കരുതുന്നുണ്ടാകും. ഒരു പക്ഷേ എനിക്കറിയില്ല, പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ അസുഖമാണ് എൻ്റെ പരിമിതി. ഒരിക്കലുമല്ല. ഇപ്പോൾ ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ചേട്ടൻ യാത്ര ചെയ്ത് ചേട്ടൻ കണ്ടിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ, ഞാൻ ചേട്ടൻ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, ചേട്ടൻ ഒരിക്കൽ UK പോയ സമയത്ത് UK ഒരു സ്ട്രീറ്റിൽ ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വീൽ ചെയർ അല്ല, ഒരു 4 വീലുള്ള ഒരു വണ്ടി പോലത്തെ വീൽ ചെയർ പോലെ തന്നെ ഇരിക്കുന്ന സംഗതി അത് ഓടിച്ചുകൊണ്ട് വന്ന് കൂട്ടമായിട്ടിരുന്ന സംഭവം. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു 60-70 വയസ്സായ വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ലേ. അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഈ റാമ്പുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന് പറയുമ്പോൾ അത് വീൽ ചെയർ യൂസേഴ്സിന് വേണ്ടി മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ. വീൽ ചെയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വയ്യാത്ത ആൾക്കാരെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകുന്നത് മാത്രമല്ലല്ലോ. അത് മാത്രമല്ല, ഒരുപാട് പേര്, ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചാവക്കാട് മറൈൻ അക്വാ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, സ്വകാര്യ സ്ഥാപനമുണ്ട്, ഒരുപക്ഷെ കേട്ട് കാണും. ഞാൻ അവിടെ നേരിട്ട് പോയിട്ടാണ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പരമാവധി അന്വേഷിക്കും വീൽ ചെയർ ഫ്രണ്ട്ലി ആണോ എന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ടീം അവിടെ വന്നേക്കണം, ബസ്സിന് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വണ്ടിയിൽ നിർത്തിയത്. അപ്പോൾ ഞാൻ എന്നെ വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തി. അപ്പോൾ ആ വണ്ടിയിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ ആക്ച്വലി നടക്കുന്നതാണ്, കുറച്ച് പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ അമ്മൂമ്മ വണ്ടിക്കകത്ത് തന്നെ ആദ്യം ഇരുന്നു, മീൻസ് ഇത് അത്യാവശ്യം കാണാനുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൂടെ വന്നവർ അതിൻ്റെ അകത്തോട്ട് പോകുന്നു, അകത്തോട്ട് പോയി ടിക്കറ്റ് എന്തോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് വരുന്നത് ഒരു വീൽ ചെയർ ആയിട്ടാണ് വരുന്നത്. അതായത് ഈ സ്ഥാപനത്തിൽ 7ഓളം വീൽ ചെയർ അവർ വാങ്ങിച്ചു വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, ഈ അമ്മൂമ്മ ആക്ച്വലി നടക്കുന്നതാണെങ്കിൽ പോലും അത്രയും ലോങ്ങിൽ അവർക്ക് നടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ആ പ്രായമായിട്ടുള്ള അമ്മൂമ്മയും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ കാഴ്ചകൾ കണ്ടു. വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് ഈ വീൽ ചെയറിൽ ഈ റാമ്പുകൾ അല്ലെങ്കിൽ ഇത്തരം ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത അതാണ്.